ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്നൊരു വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്നലത്തെ വ്ളോഗ് കണ്ട് കാണുമായിരിക്കുമല്ലോ. ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വലിയൊരു കടന്തൽ എന്നെ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈ കുഴപ്പമില്ല എന്ന് പറയാം. ഇതുപോലെ ഇരിപ്പുണ്ട്. അഞ്ച് ഇതാണ് അവസ്ഥ. അപ്പോൾ നല്ല വേദനയുണ്ട്. മെഡിസിൻസും ഓയിൻമെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തേച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എൻ്റെ അവിടെ അച്ഛനും അമ്മയും കാണണമെന്ന് തോന്നി. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് വരാം. വൈകിട്ട് ഒന്ന് പോകുന്ന കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങൾ ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോയി പക്ഷേ വഴിയേ കാണാം കേട്ടോ. അച്ഛനും മക്കളും ഒക്കെ കാറിൽ കയറിയിരുന്നു. ഇനി അവസാനം ഞാനാണല്ലോ. അപ്പം വാച്ച് വാച്ചും ക്ലിപ്പും ഒക്കെ ഇട്ടിട്ട് പോകാന്ന് വെച്ചോട്ടോ. ഒരു ക്ലിപ്പ് എപ്പോഴും സ്പെയർ എൻ്റെ ബാഗിൽ കാണും കേട്ടോ. ഇങ്ങനെ കുത്തിട്ടേക്കും. ഒന്നല്ല രണ്ടെണ്ണം കാണും. ഈ നല്ല മഴയും ഉണ്ട് കേട്ടോ. അടിപൊളി. ലോക്കുണ്ട്. കയറ് മഴ പൊടിയുന്നു. മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായിരിക്കും നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പം പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ കടന്തൽ കുത്തിയത് കൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കേണ്ടി വന്നില്ല കേട്ടോ. രാത്രി നമ്മൾ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ ബിരിയാണി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഇന്ന് അത് ചൂടാക്കി കഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴക്കോളുണ്ട്. നമ്മൾ ചോദിച്ചാൽ നല്ല അടിപൊളി മഴയായിരിക്കും. എവിടെ ആ കോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റിലും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കും ഇതുപോലെ തന്നെയായിരുന്നു. ചെറുതായിട്ടൊന്ന് തുള്ളി വീണ് തുടങ്ങി. അപ്പം പറഞ്ഞു വന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. കാരണം ഞാൻ ബിരിയാണി രാവിലെ ആ ചെമ്പോടുകൂടി തന്നെ പുറത്ത് വെച്ചു. പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അതൊക്കെ കഴിച്ചു. നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടെ വന്നപ്പോൾ വയലിലൊക്കെ പണിക്കാരൊക്കെ നിന്ന് എന്തൊക്കെയോ പണിയൊക്കെ ചെയ്യാട്ടോ. നല്ല രസമായിരുന്നൊക്കെ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വീടെത്തി. ഇവിടെ വരുമ്പോൾ സ്ഥിരമുള്ള അടി എന്ന് പറഞ്ഞാൽ ഗേറ്റ് ആര് തുറക്കുമെന്ന് കേട്ടോ. ഇവർ രണ്ടും ചെറുതായിരുന്നപ്പോഴത്തേന് എനിക്ക് വലിയ പണിയൊന്നുമില്ല. പക്ഷേ എന്നത്തെയും പോലെ ചെയ്യാൻ തന്നെ തുറക്കും കേട്ടോ. ചെന്ന് കയറി പിള്ളേർ അവരവരുടെ ലോകത്തായി കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോഴേ വന്നിരിക്കുന്ന സ്ഥിരം സ്പോട്ടും അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറയുന്ന ഒരു സ്ഥലം കേട്ടോ ഇവിടുത്തെ സിറ്റ് ഔട്ട്. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകത കേട്ടോ. അവിടെ ആയിരുന്നാണ് പണ്ട് മുതലേ എല്ലാവരും ചായ കുടിക്കുന്നതും സംസാരിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ നേരെ ചെന്ന് അവിടെ ഇരിക്കുമായിരുന്നു. യാശുവും ലല്ലും ആണെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാവക്കുട്ടി എടുത്തുകൊണ്ട് വരുന്നതാണ്. കാരണം അവരുടെ കളിയും ചിരിയും ഒക്കെ കേട്ടോ. ഇതൊക്കെ കാണാനും നല്ല അടിപൊളിയാട്ടോ. ഈ കുഞ്ഞിലെ ഈ കസിൻസ് പിള്ളേരൊക്കെ കളിച്ച് വലുതാകുമ്പോഴും അതുപോലാണെങ്കിൽ നല്ല അടിപൊളിയല്ലേ. എനിക്കൊന്നും അങ്ങനെയുള്ള ഭാഗ്യമില്ലായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സിയാനാണെങ്കിൽ അവൻ്റേതായിട്ട് ലോകത്ത് എന്തൊക്കെയോ കാണിക്കും. അപ്പോൾ യാശുവിന് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രുതി ഒരു നാരങ്ങ മിഠായി കൊടുത്തു. അവൾ സ്ഥലം കണ്ടുപിടിച്ചിട്ട് എന്നെയും കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് വീണ്ടും അത് എടുപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പം അവിടെ എല്ലാവരും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മാത്രം കഴിച്ചില്ല. അപ്പോൾ അമ്മ എനിക്കും കുറച്ച് ചീനിയും ഒരു മങ്കടയുടെ തലയും കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മ വിളിച്ചുകൊണ്ട് ഞാനും പറഞ്ഞു ഓക്കെ. മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം കേട്ടോ വറ്റിച്ച മീൻ കറിയൊക്കെ കുട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചപ്പോഴത്തേന് ഞാനും കഴിച്ചിട്ടോ. മാംഗോ ബാർ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷേ വേറെ ഓപ്ഷനായിട്ട് എടുക്കാൻ അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കഴിച്ചു. കൂട്ടത്തിൽ കഴിക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടും കേട്ടോ. ഇവരെല്ലാം കഴിച്ചിട്ട് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കമ്പ് മാത്രം കയ്യിലിരിക്കും. വേറെ ഒന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പം അടിപൊളിയായിട്ട് ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. ഇന്ന് ഡയറ്റൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് രാവിലെ ഞാൻ എണീറ്റത് കേട്ടോ. എവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരെയൊക്കെ വെച്ച് കളിക്കുന്നുണ്ടോ. ഇത് ഞങ്ങളുടെ ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഈ പ്രകടനമൊക്കെ കാഴ്ച വെക്കുന്നത്. ഒരാൾ വന്നിരുന്നപ്പോഴും മറ്റേ ആളെ എടുത്താത്തതിൻ്റെ സങ്കടവും കരച്ചിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരെ എടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത്. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇവിടെ എവിടുന്നോ ഒരു കാറ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറകിലായിരുന്നു പിന്നെ എല്ലാം കൂടെ. യാശുവിനാണെങ്കിൽ അത് എടുത്തിട്ട് പോകണം. സിയാനാണെങ്കിൽ അത് റിമോട്ട് വെച്ച് ഓടണം. ഇവാനാണെങ്കിൽ അത് കൊടുക്കത്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കുഞ്ഞു ഇവിടെ ഉണ്ട് കേട്ടോ. അടിയും വഴക്കും ബഹളവും ഒക്കെ വരുന്നതിന് മുന്നേ ശ്രുതി വന്ന് അത് മേടിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേന് എല്ലാം മേടിച്ചിട്ട് പോയപ്പോൾ കാണാം കുഞ്ഞും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് യാശുവിനെയൊക്കെ സമാധാനിപ്പിച്ചു കേട്ടോ. അത് എടുത്തിട്ട് പോയപ്പോൾ യാശുവും കരച്ചില്ലായിരുന്നു. പിന്നെ സിയാൻ്റെ മുഖം ഉണ്ടായിരുന്നു. കടന്തൽ കുത്തിയാണ് കേട്ടോ. അതെല്ലാം അങ്ങ് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇനി അതൊന്നും വേണ്ട, നമുക്ക് അല്ലാതെ കളിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. ഈ സെറ്റി കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. പക്ഷേ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏട്ടനാണെങ്കിൽ നമ്മളിവിടെ ആക്കിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് പോയേക്കുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് യാശു എന്നെ വന്ന് വിളിച്ച് ഞാൻ ഒന്ന് കിടക്കാൻ പോയതാണ്. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആംഗ്യ ഭാഷയൊക്കെയാണ്. അപ്പോൾ അതിന് എടുക്കാനായിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് പോയി കൊടുക്കാം കേട്ടോ. ഈ ചൂടുവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ യാശു ഒരു വിധത്തിൽ കുടിക്കത്തില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് പല രീതിയിൽ ട്രൈ ചെയ്ത് അത് തണുപ്പിച്ചൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. എന്തോ അതിഷ്ടമല്ല. പിന്നെ ഇവിടെ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം
വെള്ളം കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ഐസ്ക്രീമും കഴിച്ച് നാരങ്ങ മിഠായിയും കഴിച്ച് അങ്ങ് ചാടി ചാടി നടക്കുമല്ലേ. വെള്ളം കുടിക്കുന്നത് ഈ സമയത്ത് നല്ലത് തന്നെ കേട്ടോ. പക്ഷേ ഇപ്പോൾ പിള്ളേർക്കൊക്കെ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ എത്രയും സൂക്ഷിച്ച് കൊടുക്കുക, ചൂടുവെള്ളം കൊടുക്കുന്നത് അത്രയും നല്ലതാട്ടോ. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ചെന്നപ്പോഴത്തേനാണ് അമ്മ ചായയൊക്കെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ നേരത്തെ ഐസ്ക്രീമിൻ്റെ കൂടെ കുറച്ച് ബർഗറും സാൻഡ്വിച്ചും ഒക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം അതും അമ്മ എടുത്ത് തന്നു. ഞാൻ എന്ത് കുടിച്ചാലും യാശുവിന് വേണം. അപ്പോൾ പിന്നെ യാശുവിനും കൊടുത്തിട്ടോ കുറച്ച് ചായ കുടിച്ചൂടാ കൊടുത്തൂടാ എന്നെനിക്കറിയാം. ബട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. അതൊക്കെ ഉള്ളൊരു സന്തോഷം. പിന്നെ ഏട്ടൻ വന്നപ്പോൾ അമ്മ ചായയും സാൻഡ്വിച്ചും ഒക്കെ എടുത്ത് കൊടുത്തു. പിന്നെ എന്നത്തെയും പോലെ അമ്മ എനിക്ക് കറിവേപ്പില ഒടിച്ചു തരും കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ച് മതി, നല്ല കാട് പിടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കറിവേപ്പില ഒടിക്കാൻ പോയി. അവിടെ എല്ലാം മഴയൊക്കെ പെയ്തെടുത്തോണ്ട് നന്നായിട്ട് കാട് പിടിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പിലേക്ക് ഒടിച്ചിട്ട് നമ്മൾ വന്ന് നേരെ ഇറങ്ങാമെന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ നമ്മൾ പോകാൻ നേരം സിയാൻ കൊച്ചിനെ എടുത്തിട്ട് വരും കേട്ടോ. ഈ സമയത്ത് അവനവിടെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ തന്നെ ശ്രുതി വന്ന് മേടിച്ച് നമ്മളെല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാം കേട്ടോ. അപ്പം വന്നതും പോയതും ഈ പറഞ്ഞ കണക്ക് പെട്ടെന്നായിരുന്നു. കാരണം പ്രതീക്ഷിക്കാതെ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. സാധാരണ പോവുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങും കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് ചായ കുടിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിരിക്കുന്നത് ഏട്ടൻ എന്തോട്ടിരുന്നൊരു കോമഡി അടിച്ചിട്ടോ ഫോൺ വിളിച്ചപ്പോഴത്തേനും. അപ്പോൾ അത് കേട്ടാണ് ഞാൻ ചിരിച്ചത്. പിന്നെ കാർ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണുമല്ലോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ ഒരു കടയിൽ നിർത്തണം. സിയാൻ ഇനി അടുത്ത ആക്ടിവിറ്റി എന്തുകൊണ്ട് സ്കൂളിൽ, അപ്പോൾ അതിന് വേണ്ടി ക്ലേ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പീസ് നോക്കിയപ്പോൾ തന്നെ ഒരു പീസായിട്ടില്ല, ഒരു ബോക്സ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരുപാട് കടയിൽ കയറുന്നേ കാട്ടി അത് മേടിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. കാരണം നമുക്ക് അടുത്ത ഷോപ്പിലൊന്നും കാണത്തൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും ആരിലൊക്കെ വിട്ടായിരിക്കും മേടിക്കുന്നത്. അതൊരു ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ പോട്ടെ, സാധനങ്ങളൊക്കെ കൈയോടെ കിട്ടി. പോകുന്ന വഴിക്ക് ഞാൻ ഏട്ടനോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇന്ന് രാത്രി ഡയറ്റാണ്, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഒരു കടയിൽ കയറി പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ തണുപ്പില്ല, ഐസ് ഇടാൻ സമ്മതിച്ചില്ല. ഇപ്പോഴത്തെ ഐസൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനതുകൊണ്ട് കുറച്ച് യാശുവിനും കൊടുത്തു. സിയാനും വേണ്ടായിരുന്നു, ഒരു സുഖമില്ലായിരുന്നു കേട്ടോ ജ്യൂസ്. ഏട്ടൻ പിന്നെ ഒരു ചായ എന്തോന്ന് പറഞ്ഞത് ഏട്ടനെ കാണുന്നില്ല. ഈ പൈനാപ്പിൾ ജ്യൂസൊക്കെ തണുപ്പില്ലാതെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഇതിലും ഭേദം എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ വെച്ച് നല്ല ചിൽഡായിട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ അടിപൊളിയല്ലേ. നമ്മൾ പോയിട്ടൊക്കെ വന്നു. ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് നേരെ യാശുവിനൊക്കെ ക്ഷീണമുണ്ട്, മോന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവന് ക്ലാസ്സിന് കയറി ഞാൻ ഒരു ചെറിയൊരു ഉറക്കം ഉറങ്ങാമെന്ന് വിചാരിച്ചേട്ടോ. നല്ല ക്ഷീണമുണ്ട് അല്ലേ യാശു അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.